ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കൂടെ സാമ്പാറുണ്ട് കേട്ടോ. സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. സാമ്പാർ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. അപ്പോൾ ഈ ചട്നിക്ക് ഈ സാമ്പാറാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ചട്നി. അതിനിട്ട് ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ചധികം പച്ചമുളക്, അധികം എരിവില്ല കേട്ടോ പച്ചമുളകിന്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, അത്രയും തന്നെ ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 വലിയ തക്കാളി. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില, ഉപ്പ്, പുളി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കണ്ടുപിടിച്ചത് തമിഴ് ചാനലിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. അവരുടെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചട്നികളാണ്. അവരുടെ വെറൈറ്റി ചട്നികളാണ് അവരുടെ ഈ തമിഴ് ചാനലിലൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ തക്കാളി സാദം. ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അത് പൊന്നിരി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ടിട്ടുണ്ട്. നല്ല കട്ടിക്കാൻ അരച്ച് വെക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് വരിക. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. അതിങ്ങനെ വഴറ്റുണ്ട് കാണുമ്പോൾ. പക്ഷേ ഉണ്ടാക്കി കടുക് വറുത്ത് വരുമ്പോൾ സൂപ്പറാണ് കേട്ടോ. ഒരു ലേശം പുളി ഇട്ട് 2 കുരുവിൻ്റെ അത്രയ്ക്ക് പുളി. ഇതൊന്ന് വാടി വരട്ടെ, ചൂടാറി വരട്ടെ കേട്ടോ. അരച്ചെടുക്കുന്നുണ്ട്. തണ്ടൊക്കെ അതിൽ കിടന്നോട്ടെ. തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ കട്ടിക്ക് വേണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് വരിക. ഇനി ഇതിലേക്ക് കടുക് വറുക്കാം. കടുക്, വറ്റൽമുളക് വറുത്തിടാം. അപ്പോൾ കടുക് വറുക്കണ സമയത്ത് തീ കുറച്ചിടാൻ മറന്നു പോയിട്ടാ. പെട്ടെന്നാണ്ട് പാടിപ്പോയി. പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ നോക്കിയിട്ട് കണ്ടതാണ്. നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഇഡ്ലിക്ക് ദോശയ്ക്കൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ വീർത്ത് വരില്ല കേട്ടോ, പൊന്തി വരില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, കുക്കറിൽ ഒഴിച്ച് വെച്ചു. പക്ഷെ അത് അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ലോണം പൊന്തി വന്നു കേട്ടോ. ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ. ഞാൻ അരച്ച് വെച്ചത് എത്രത്തോളം പൊന്തി നോക്ക്. 2 ഗ്ലാസ് അരി, 3/4 ഗ്ലാസ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ലോണം പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി അതട്ടാ സൂപ്പറായിരുന്നു. പിന്നെ സാമ്പാർ കുറച്ച് പരിപ്പ്, ഒരു 2 ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ചെറിയൊരു സവോള, പിന്നെ കുമ്പളങ്ങ ലേശണ്ടായി, എല്ലാം കൂട്ടി വേവിക്കുക. അങ്ങനെ സാമ്പാർ കൂട്ടിയിട്ടിട്ടാണ് വെച്ചേക്കണം കേട്ടോ. അപ്പോഴും ഈ ചട്നിക്ക് ഈ സാമ്പാർ സൂപ്പറായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.